ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ഥലത്തിങ്ങനെ എത്തി. അപ്പോൾ ഒരു പെണ്ണിനോട് ഒരാൾ പറയുന്നത് കേട്ടു, ഓ സ്ത്രീ, ഓ സ്ത്രീ, 2 ദിർഹം പിടിച്ചോ, നീ 2 ദിർഹം പിടിച്ചോ, വത്താലീലദാരി, നീ എന്റെ വീട്ടിലേക്ക് വന്നോ, 2 ദിർഹം തരാം, നീ വീട്ടിലേക്ക് വന്നോ. മൻസൂർ ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയി. ആനുകൂല്യം പ്രഖ്യാപിച്ച ഒരു അന്യ പെണ്ണിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. മൻസൂർ ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മെല്ലെ സാലെടുത്ത് തലയിങ്ങ് പുതച്ച് തലതാഴ്ത്തി ആ സ്ത്രീയുടെ സമീപത്തേക്ക് അങ്ങോട്ട് ചെന്നു. മഹാനവറുകൾ അവളെ നന്നാക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ്. സമീപത്തി എന്നിട്ട് അവളെ നോക്കാതെ, അവളെ കാണാതെ 5 ദിർഹം എടുത്ത് അവൾക്കങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്റെ വീട്ടിൽ വന്നോ, 5 ദിർഹം തരാം. ഈ പെണ്ണ് മനസ്സിലാക്കി കൂടുതൽ കിട്ടുന്ന ഇയാൾക്ക് നിന്നാണല്ലോ. 5 ദിർഹം വാങ്ങിവെച്ചു. ആ പെണ്ണ് വ്യഭിചാരം ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? അവള് വീട്ടിൽ വന്നപ്പോൾ അവിടെ നിൽക്കുന്നു. ബഹുമാനപ്പെട്ടവര് നേരെ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കാരം തുടങ്ങി. നിസ്കാരം തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം കുറെ കാത്തു നിന്നതിന് ശേഷം ഈ സ്ത്രീ പറഞ്ഞു, ഇമ്മാ അൻ തുകല്ലിമനി, നീ ഒന്നുകിൽ എന്നോടൊന്ന് സംസാരിക്കണം, ഔതഅ്ദനലി, അല്ലെങ്കിൽ നീ എനിക്കൊന്ന് പോവാൻ സമ്മതം തരണം. 5 ദിർഹം ഞാൻ വാങ്ങിപ്പോയതാണ്, പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ നിസ്കാരത്തിലാണ് നിങ്ങൾ. ഒന്നുകിൽ എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ പോവാൻ സമ്മതം തരണം. അപ്പോ മൻസൂർ ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് നോക്കാതെ ചോദിക്കുകയാണ്, ഓ സ്ത്രീ, നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അവൾ പറഞ്ഞു, എന്താ ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തിക്ക് ഒരു അവകാശം കിട്ടാനുണ്ട്. ആ അവകാശം കിട്ടാൻ 2 സാക്ഷികളുമുണ്ട്. ആ അവകാശം കിട്ടാനുള്ളവൻ 2 സാക്ഷികളുമുണ്ടെങ്കിൽ ആ അവകാശം ചോദിച്ചു വാങ്ങുകയില്ലേ? അതേ, വാങ്ങും. എന്നാൽ ഒരവകാശം കിട്ടാനുണ്ട്, 4 സാക്ഷികളുണ്ടെങ്കിലോ? എന്നാൽ എന്തായാലും വാങ്ങും. അപ്പൊ അവർ 4 സാക്ഷികളെ കൊണ്ടുവന്നപ്പോ വിധി പറയുന്ന രാജാവ് അതിന്റെ യാഥാർത്ഥ്യം അറിയുന്നവനും കൂടിയാണെങ്കിലോ? വിധി പറയുന്ന രാജാവ് അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യം അറിയുന്നവരുമാണെങ്കിലോ എന്തായാലും അവകാശം കിട്ടും, അവകാശം വാങ്ങും. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ ചോദ്യം, ഫകൈഫ ഉകല്ലിമുകി, ഓ സഹോദരി, നിന്നോട് ഞാൻ സംസാരിക്കലെങ്ങനെ? നമ്മളെ കൂടെ 4 സഖികളില്ലേ? വൽ ഹാകിമു, അതാ എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവുമില്ലേ? കാലത്ത് അവൾ ചോദിച്ചു, ആരാ രാജാവ്, ആരാ സാക്ഷികള്? ഉടനെ തന്നെ പറഞ്ഞു, ഇന്ന അലൈക്കും ലഹാഫിദീൻ, ഏത് മനുഷ്യന്മാരുടെ കൂടെയും ഹാഫിളീങ്ങളായ മലക്കുകളില്ലേ? അന്യപുരുഷനായ ഞാനുമായി ബന്ധപ്പെടാൻ എന്റെ 5 ദിർഹം വാങ്ങി വന്നതാണ് നീയെങ്കിൽ, ഓ സഹോദരി, നിന്റെ കൂടെ മലക്കുകളില്ലേ? എന്റെ കൂടെയും മലക്കുകളില്ലേ? ആ മലക്കുകൾ സാക്ഷികളല്ലേ? നമ്മുടെ ഓരോ രഹസ്യവും പരസ്യവും അറിയാൻ മുഴുവനും അറിയുന്ന രാജാവില്ലേ? അലം തഅലമീ ബി അന്നല്ലാഹ യറാ, അല്ലാഹ് മുഴുവനും കാണുന്നുണ്ടെന്ന് നീ അറിയുന്നില്ലേ പെണ്ണേ? നിന്നോട് ഞാൻ സംസാരിക്കലെങ്ങനെ? ഈ ചോദ്യം ബഹുമാനപ്പെട്ടവര് മുഖത്ത് നോക്കാതെ അങ്ങ് ചോദിക്കുമ്പോഴേക്ക് ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നു, അപ്പെണ്ണ് പെട്ടെന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അതുപോലെ മനസ്സിന്റെ ഉള്ളിൽ മലക്കുകൾ സാക്ഷി പറയുന്ന രംഗവും അപ്പെണ്ണിന്റെ മനസ്സിന് ഉദിച്ചു വന്നപ്പോ അപ്പെണ്ണ് പെട്ടെന്ന് ആ ഒരൊറ്റ ശബ്ദം ഉയർത്തിപ്പോയി. ആ ശബ്ദത്തോടെ ആ പെണ്ണങ്ങ് മരണപ്പെട്ടുപോയി.
ഉമ്മമാര് ഈമാനില്ലാത്തത് കൊണ്ടല്ല, വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, അവരിൽ പലർക്കും അബദ്ധം സംഭവിക്കുന്നത് ദുർബല നിമിഷത്തിൽ പെട്ടുപോവുകയാണ്. അതിനുള്ള വഴികൾ അടച്ചു കളയണമെന്നാണ് സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ അധ്വാനിച്ച് വേദന വരുന്നവരല്ലേ, നിങ്ങൾക്ക് അല്ലാഹു തആല ഖൈറായ ജീവിതം നൽകട്ടെ, നമുക്കും അല്ലാഹു ഖൈറായ ജീവിതം നൽകട്ടെ. ഞാനൊരുപാട് വിഷയങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ വാതിൽ പറഞ്ഞു, പള്ളികളെ സംബന്ധിച്ചും മറ്റും പറഞ്ഞു. അപ്പൊ നമ്മളെ സഹോദരിമാർക്കൊരു തോന്നലുണ്ടാകും, ഞങ്ങളോ ഏത് പിടിച്ച് വാതിൽ വന്നിട്ട് ഉസ്താദൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്കും നമുക്കും അല്ലാഹു ആഖിറം രക്ഷപ്പെടുത്തി തരട്ടെ. ഈ സദസ് ആഖിറത്തിന് വേണ്ടിയുള്ള സദസ്സായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് സംഭവങ്ങളും ഒരുപാട് ചരിത്രങ്ങളും പറയാനുണ്ട്. പക്ഷേ സമയം തീർക്കുന്നത് കൊണ്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ.